ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒന്ന് എസ്റ്റേറ്റ് വരെ പോകണമായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴേട്ടോ കുറേ റംബൂട്ടാൻ ഇതുപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മൂത്തിട്ടില്ല കേട്ടോ. മെയിനായിട്ട് ഇവിടെ വരാൻ കാരണം ഇവിടെ കുറച്ച് ആടുണ്ട് കേട്ടോ. അതിന് കുറച്ച് പുല്ലിട്ട് കൊടുക്കാനാണ്. ഇവിടെ നോക്കുന്ന ചേട്ടൻ വീട്ടിൽ പോയിരിക്കും. അപ്പോൾ ആടിന് കുറച്ച് പുല്ലിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ളും ഇതുപോലെ കാട് പിടിച്ച് കിടക്കാം കേട്ടോ. ഇവിടെ താമസിക്കാൻ വേണ്ടി ആരുമില്ലല്ലോ. ഈ എസ്റ്റേറ്റ് നോക്കുന്ന ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിൽക്കുന്നത്, വേറെ ആരുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് വരുമ്പോൾ കുറച്ച് കാന്താരിമുളകൊക്കെ ഇങ്ങനെ പഴുത്തിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് കാന്താരിമുളകൊക്കെ പൊട്ടിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ മൂന്നാമത്തെ ചേച്ചി എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പോൾ നേരെ അവളെ കാണാനൊന്ന് പോയതാട്ടോ. അവൾ എറണാകുളത്താണ് ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യണം. അവിടെ പോയപ്പോൾ ഒരു ചായയും അതുപോലെ തന്നെ കുറച്ച് ചിപ്സും കഴിച്ചിട്ടോ. അങ്ങനെ ബ്യൂട്ടീഷ്യനായ ചേച്ചീനെ കൊണ്ട് കുറച്ചൊന്ന് പിരികൻ പ്ലക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടോ. നല്ല വേദന കുറേ ആയിട്ട് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെയും ചേച്ചീൻ്റെ ഒക്കെ പ്ലക്ക് ചെയ്തിട്ട് നേരെ ഞാൻ അവിടെ നിന്ന് ടാറ്റയും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ദാ ഈ കാണുന്നതാണ് എൻ്റെ വീട്. എത്തിയപ്പോഴേക്കും അമ്മ ദോശയും ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കുടിച്ചു. അപ്പോൾ ശരി.